ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം തുടരുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബിജെപി നേതൃത്വത്തിൽ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആശുപത്രി കവാടത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ നോക്കുകുത്തികളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ സർക്കാർ ആശുപത്രികളും ഇന്ന് രോഗികൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മറിച്ച് സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയാണ് അവരെല്ലാം നിലകൊള്ളുന്നത്. മെഡിക്കൽ കോളേജുകൾ മടക്കൽ കോളേജുകളായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലേക്കും മാരകമായ രോഗവുമായി രോഗികൾ കയറി ചെന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവിടെ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല, അവിടെ മരുന്നുകളില്ല, അവിടെ ഡോക്ടർമാരില്ല. നിങ്ങളെല്ലാം മടങ്ങിപ്പോവുക, നിങ്ങളെല്ലാം സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുക എന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കിട്ട പേര് മടക്കൽ കോളേജുകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ അപകടം നടന്ന സാഹചര്യത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി വാസവനും മെഡിക്കൽ കോളേജ് പരിസരത്തുണ്ടായിരുന്നു. അവരോട് ആ മകളും അതുപോലെ തന്നെ അവിടെയുള്ളവരും താണുകയാണ് പറഞ്ഞു. ആ കെട്ടിടത്തിനടിയിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു വീട്ടമ്മയുണ്ട്, അതൊന്ന് പരിശോധിക്കണം എന്ന് വളരെ ദയനീയമായ ഭാഷയിൽ അവരുടെ കുടുംബവും അതുപോലെ നാട്ടുകാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും പറഞ്ഞു. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ, അതൊന്നും പരിഗണിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടെ പരിക്ക് പറ്റിയവരില്ല, ചെറിയ പരിക്ക് പറ്റിയ 2 പേര് മാത്രമേ ഉള്ളൂ എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറയാനായിരുന്നു വീണ ജോർജിന് തിടുക്കമുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ആ വീട്ടമ്മ ബിന്ദു ആ കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി പിടയുകയായിരുന്നു, ജീവന് വേണ്ടി മല്ലടിക്കുകയായിരുന്നു. അതുകൊണ്ട് സമയത്ത് ആ ദുരന്ത നിവാരണ സേന, ഡിസാസ്റ്റർ മാനേജ്മെന്റും അതുപോലെ തന്നെ ആശുപത്രിയിലെ അധികൃതരും മന്ത്രിയും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആ ബിന്ദു എന്ന വീട്ടമ്മയെ പുറത്തെടുത്ത് വേണ്ട ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടുമായിരുന്നില്ല. ആ വീട്ടമ്മയെ കൊലയ്ക്ക് കൊടുത്തതിന് ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കും അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി അധികൃതർക്കും അതുപോലെ തന്നെ വാസവനുമാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് BJP ആവശ്യപ്പെടുന്നത് ആ 2 മന്ത്രിമാർക്കെതിരെ കേസെടുക്കണം. വീണ ജോർജിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, നരഹത്യക്ക് കേസെടുക്കേണ്ടതാണത്. ഇതാണ് BJP ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ആശുപത്രികൾ ചികിത്സയിൽ നമ്പർ 1 ആണെന്നാണ് മരുമകനും ആരോഗ്യമന്ത്രിയും ഒക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്? ഈ കേരളത്തിലെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി കുത്തുവാളയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സയിൽ പോകുന്ന നീരോ ചക്രവർത്തിയായി മാറിയിരിക്കുന്നു കേരളത്തിലെ പിണറായി വിജയൻ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് കെ ദിലീപ് സ്വാഗതം പറഞ്ഞു. CR പ്രഫുൽകൃഷ്ണൻ അധ്യക്ഷനായി. ഇത് കോട്ടയം ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ല, കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇതാണ് അവസ്ഥ. ഇവിടെ ഒരു ജില്ലാ ആശുപത്രിയുണ്ട് വടകര. എന്തിനു വേണ്ടിയാണ് ഈ ജില്ലാ ആശുപത്രി തുറന്നിരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി പറയണം. ഇവിടെ ശസ്ത്രക്രിയകളില്ല, ഇവിടെ സ്കാനിങ് സൗകര്യങ്ങളില്ല, ഇവിടെ ആവശ്യത്തിന് മരുന്നുകളില്ല, ഇവിടെ ഒന്ന് തുന്നിക്കെട്ടണമെങ്കിൽ പോലും പഞ്ഞിയും സൂചിയും വാങ്ങി രോഗികൾ ഉള്ളിലേക്ക് പോകണം. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, 1-2 ഡോക്ടർമാർ, 100 കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത, മരുന്നുകളില്ലാത്ത, സ്കാനിങ് സംവിധാനങ്ങളില്ലാത്ത, ഫാർമസി പ്രോപ്പറായി നടക്കാത്ത
ഈ ആശുപത്രികൾ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് ആ പണിക്ക് കൊള്ളില്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് വേറെ പണിക്ക് വിടണം. ആരോഗ്യമന്ത്രി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആരോഗ്യമന്ത്രിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. വി.സി. ബിനീഷ്, ടി.പി. രാജേഷ്, അനൂപ്, പി.കെ. സിന്ധു, സുരക്ഷിത, ജയസുധ, രാജേഷ് തറമ്മിൽ, കെ.കെ. രജീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ, ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.